തൃപ്പൂണിത്തുറ പൂർണ്ണത്രയീശ ക്ഷേത്രത്തിൽ 15 ആനകളെ ശീവേലിക്ക് എഴുന്നള്ളിക്കാൻ നീക്കം. ആനകളെ എഴുന്നള്ളിക്കുന്നത് സംബന്ധിച്ച് കോടതിയിൽ വാദം തുടരുന്നതിനിടെയാണ് ഇത്രയും ആനകളെ എഴുന്നള്ളിക്കുന്നത്. വാദത്തിനിടെ കോടതി നിരീക്ഷിച്ചതുപോലെ ആനകൾ തമ്മിൽ 3 മീറ്റർ അകലം പാലിച്ചാണ് പങ്കെടുപ്പിക്കുന്നത്. പ്രദക്ഷിണത്തിന് 3 ആനകളെയാണ് ഉപയോഗിക്കുക. സഹിൻ ആന്റണിയാണ് വിവരങ്ങളുമായി ചേരുന്നത്. സഹിൻ, 4 ആനകളെ മാത്രമേ എഴുന്നള്ളിപ്പിന് ഉപയോഗിക്കാവൂ എന്നുള്ള കോടതി ഉത്തരവിന് വിപരീതമായിട്ടാണ് ഇപ്പോൾ 15 ആനകളെ തന്നെ എഴുന്നള്ളിപ്പിക്കും എന്നുള്ള നിലപാടിൽ ഉറച്ചു നിൽക്കുന്നത്. ഏത് രീതിയിലാണ് അവിടെ കാര്യങ്ങളൊക്കെ നടക്കുന്നത്? വിവരങ്ങൾ നൽകാം. സ്വാതി സൂചിപ്പിച്ചതുപോലെ തന്നെ ആനകൾ തമ്മിൽ 3 മീറ്റർ അകലം വേണം എന്നുള്ള സുപ്രീം കോടതി മാനദണ്ഡത്തിൽ ഇളവ് വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് കൊച്ചിൻ ദേവസ്വം ബോർഡും ഒപ്പം തന്നെ ഫെസ്റ്റിവൽ കോർഡിനേഷൻ കമ്മിറ്റിയും കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയെ സമീപിച്ചിരുന്നത്. ഈ സമയത്ത് കോടതി ചില ചോദ്യങ്ങൾ ഈ കമ്മിറ്റിയോട് ചോദിച്ചിരുന്നു. ആനത്തൊട്ടിലിൽ ആനകളെ 3 മീറ്റർ അകലം പാലിച്ച് നിരത്തി നിർത്തുകയാണെങ്കിൽ എത്ര ആനകളെ വരെ നിർത്താൻ പറ്റും എന്നുള്ള ചോദ്യത്തിന് 5 or 9 ആനകൾ മാത്രമേ സാധിക്കുകയുള്ളൂ എന്നുള്ളതായിരുന്നു മറുപടി. എന്നാൽ ഇപ്പോൾ കോടതിയും അത്തരത്തിൽ തന്നെ എന്നാൽ അത് മതി എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തുകയായിരുന്നു. എന്തായാലും ഇപ്പോൾ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിലാണ് 15 ആനകളെ ഇവിടെ എത്തിച്ചിട്ടുണ്ട്. ഈ ശീവേലിയിൽ രാവിലെ ആരംഭിക്കുന്ന ശീവേലിയിൽ 15 ആനകൾ അണിനിരക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ആനകൾ തമ്മിൽ 3 മീറ്റർ അകലം പൂർണ്ണമായും പാലിച്ചുകൊണ്ടായിരിക്കും ഈ ശീവേലി നടക്കുക. എന്തായാലും പ്രദക്ഷിണം അല്പനേരത്തിനുള്ളിൽ തന്നെ ആരംഭിക്കും. ഇന്ന് വൈകുന്നേരത്തോടെയാണ് അമ്പലത്തിൽ ഉത്സവത്തിന് കൊടിയുയരുന്നത്. വൈകുന്നേരത്തോടെ എഴുന്നള്ളിപ്പ് ഉണ്ടാകും. ഇനിയുള്ള തുടർച്ചയായ 8 ദിവസങ്ങളിൽ ഇത്തരത്തിൽ തന്നെ എഴുന്നള്ളിപ്പ് രാവിലെയും വൈകുന്നേരവും ശീവേലിയും എഴുന്നള്ളിപ്പ് നടക്കും എന്നുള്ളതാണ്. എന്തായാലും 15 ആനകൾ ഉണ്ടാകും എന്നുള്ളതും ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഈ 15 ആനകളെ കൃത്യമായ കോടതി പറയുന്ന ഒരു അകലം പാലിച്ചുകൊണ്ട് തന്നെയാണ് ഈ 15 ആനകളെയും എഴുന്നള്ളിക്കുന്നത്. അല്പനേരത്തിനുള്ളിൽ തന്നെ പ്രദക്ഷിണം ആരംഭിക്കും. ഈ പ്രദക്ഷിണത്തിനായി ആരംഭിക്കുന്നതിന് മുന്നോടിയായിട്ടുള്ള ചടങ്ങുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. 15 ആനകളെ അണിനിരത്തിക്കൊണ്ടുള്ള ശീവേലി അല്പനേരത്തിനുള്ളിൽ തന്നെ ആരംഭിച്ചാൽ അത് 11:30 മണി വരെ നീണ്ടു നിൽക്കും. അല്ലെങ്കിൽ അത് 12 മണി വരെ നീളാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയുകയില്ല. എന്തായാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ എഴുന്നള്ളിപ്പിന് മുന്നോടിയായുള്ള പ്രദക്ഷിണമാണ്. പ്രദക്ഷിണത്തിൽ 3 ആനകളായിരിക്കും ഉണ്ടായിരിക്കുക. അതിനുശേഷമായിരിക്കും ഈ 15 ആനകളെയും ആനത്തൊട്ടിലും അതിന് പുറത്തേക്ക് അമ്പലത്തിന് പുറത്തുള്ള പറമ്പുകളിലേക്കും അണിനിരത്തുന്നത്. കൃത്യമായ അകലം ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ നൽകിയിട്ടുള്ള കൃത്യമായ അകലം പാലിച്ചുകൊണ്ട് തന്നെയായിരിക്കും ഈ ആനകളെ അണിനിരത്തുന്നത്. എന്തായാലും ഈ കാണുന്നത് പോലെ തന്നെ ഇപ്പോൾ ആനകളെല്ലാം തന്നെ നെറ്റിപ്പട്ടമെല്ലാം അണിഞ്ഞ് അല്പനേരത്തിനുള്ളിൽ തന്നെ പ്രദക്ഷിണം ആരംഭിക്കും എന്നുള്ളതാണ്. 15 ആനകളാണ് ഉണ്ടാകുന്നത്. ഈ 15 ആനകളെയും കൃത്യമായ അകലമെല്ലാം പാലിച്ചുകൊണ്ട് തന്നെയാണ് ഇന്ന് ഇവിടെ ശീവേലിയിൽ അണിനിരത്തുന്നത്. നേരത്തെ സ്വാതി സൂചിപ്പിച്ചതുപോലെ തന്നെ ചില മാനദണ്ഡങ്ങൾ കോടതി പറഞ്ഞിരുന്നു. ആ മാനദണ്ഡങ്ങളെല്ലാം തന്നെ പാലിച്ചുകൊണ്ടായിരിക്കും ഇത് നടത്തുക, അല്ലെങ്കിൽ പ്രദക്ഷിണമടക്കമുള്ള കാര്യങ്ങൾ നടത്തുക എന്നുള്ളത് തന്നെയാണ് ഈ അമ്പലത്തിൻ്റെ ഫെസ്റ്റിവൽ കോർഡിനേഷൻ കമ്മിറ്റിയും അറിയിച്ചിരിക്കുന്നത്. എന്തായാലും പ്രദക്ഷിണം ആരംഭിക്കുകയാണ്. അതിനുള്ള ചടങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. സഹിൻ, എന്തായാലും അവിടെ ചടങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് മനസ്സിലാക്കുന്നുണ്ട്. എന്തായാലും 15 ആനകളെ തന്നെ അണിനിരത്തിയാണ് പൂർണ്ണത്രയീശ ക്ഷേത്രത്തിൽ ഈ ഒരു ശീവേലി എഴുന്നള്ളിപ്പ് നടത്തുന്നത്. സഹിൻ, കോടതി പറയുന്നത് 3 മീറ്റർ അകലം പാലിച്ചാൽ 9 ആനകളെ മാത്രം 9 വരെയുള്ള ആനകളെ മാത്രമേ അണിനിരത്താനാകുകയുള്ളൂ എന്നാണ്. പക്ഷേ ഇപ്പോൾ 15 ആനകൾ തന്നെ ഉണ്ട്. അപ്പോൾ അവിടെ നമുക്ക് ആരുടെയെങ്കിലുമൊക്കെ ഒരു പ്രതികരണം എടുക്കാൻ ലഭ്യമാകുമോ? പ്രത്യേകിച്ചും ആനകളെ നോക്കുന്ന ആനപ്പാപ്പാന്മാരുടെ, അങ്ങനെയുള്ള ആളുകളുടെ പ്രതികരണത്തിലേക്ക് പോകാം. ഇപ്പോൾ ചടങ്ങുകൾ തുടങ്ങിയിരിക്കുകയാണ്. അല്പനേരത്തിനുള്ളിൽ തന്നെ പ്രതികരണങ്ങളിലേക്കെല്ലാം നമുക്ക് പോകാൻ കഴിയും. ഇപ്പോൾ നമ്മൾ ഈ കാണുന്നത് പോലെ തന്നെ പ്രദക്ഷിണത്തിന് മുന്നോടിയായുള്ള ചടങ്ങുകളാണ് ആരംഭിച്ചിരിക്കുന്നത്. പൂർണ്ണത്രയീശൻ്റെ എഴുന്നള്ളിപ്പാണ്. എഴുന്നള്ളിപ്പിന് മുന്നോടിയായുള്ള പ്രദക്ഷിണത്തിന് ശേഷം ശീവേലി ആരംഭിക്കും. ശീവേലിയിൽ 15 ആനകൾ അണിനിരക്കുകയും ചെയ്യും. എന്തായാലും രാവിലെ തന്നെ 8:30 ആരംഭിക്കേണ്ടിയിരുന്ന പ്രദക്ഷിണമാണ് അല്പം വൈകിട്ടുള്ളത്. 12 മണിയോടുകൂടി ഇത് അവസാനിപ്പിക്കണമെന്നുള്ളതായിരുന്നു കോടതി നിർദ്ദേശമുണ്ടായിരുന്നത്. കാരണം വെയിൽ ഉച്ചാവസ്ഥയിലെത്തുന്നതിന് മുൻപ് തന്നെ ഇത് അവസാനിപ്പിക്കണമെന്നൊരു നിർദ്ദേശങ്ങളുണ്ടായിരുന്നു. എന്തായാലും അതിനനുസരിച്ച് തന്നെയായിരിക്കും. പഞ്ചാരിമേളമാണ്. 5 താളവും കൊട്ടിക്കയറാതെ പഞ്ചാരിമേളം അവസാനിപ്പിക്കാനും കഴിയുകയില്ല. എന്തായാലും
ഈ 5 തളവും കൊട്ടിക്കയറുന്നതിനനുസരിച്ച് ഈ 15 ആനകളെ അണിനിരത്തുന്നതിന് വേണ്ടിയുള്ള ആനപ്പന്തലും എല്ലാം ഒരുക്കിയിട്ടുണ്ട്. ഈ ആനപ്പന്തലിൻ്റെ അകലമായിരുന്നു നേരത്തെ ചില പ്രശ്നങ്ങൾക്കും അല്ലെങ്കിൽ ചില ആശങ്കകൾക്കും കാരണമായിരുന്നത്. 9 ആനകളെ 5 മുതൽ 9 ആനകളെ മാത്രമേ അണിനിരത്താൻ കഴിയുകയുള്ളൂ എന്ന് നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. അപ്പോൾ കോടതിയും നിർദ്ദേശിച്ചിരുന്നു അങ്ങനെയാണെങ്കിൽ അത്രയും ആനകൾ മാത്രം മതി എന്നൊരു നിർദ്ദേശം കോടതിയും നൽകിയിരുന്നു. എന്തായാലും ഇപ്പോൾ 15 ആനകൾ അണിനിരക്കുന്നുണ്ട്. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ഇവിടെയുണ്ട്. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ തിട്ടപ്പെടുത്തി കൊടുത്തിരിക്കുന്ന അകലം 3 മീറ്റർ അകലം, അതായത് സുപ്രീം കോടതി മാനദണ്ഡം അനുസരിച്ചുള്ള 3 മീറ്റർ അകലത്തിലാണ് ഈ 15 ആനകളെ അണിനിരത്തുന്നതെന്നാണ് അമ്പലത്തിലെ കമ്മിറ്റി അംഗങ്ങളും ഫെസ്റ്റിവൽ കോർഡിനേഷൻ കമ്മിറ്റി അംഗങ്ങളും അപ്പോൾ തന്നെ കൊച്ചി ദേവസ്വം ബോർഡ് അംഗങ്ങളുമെല്ലാം അവകാശപ്പെടുന്നത്. അത്തരത്തിലുള്ള അകലം പാലിച്ചുകൊണ്ടായിരിക്കും കൃത്യമായി ഇത് നടപ്പിലാക്കുക എന്ന് ഇവർ അവകാശപ്പെടുമ്പോഴും കോടതി ഇന്ന് ഉച്ചയ്ക്ക് ശേഷമായിരിക്കും ഇത് സംബന്ധിച്ചുള്ള ഉപഹർജി പരിശോധിക്കുന്നത്. അതിനിടയിലാണ് ഇന്ന് രാവിലെയോട്, കാരണം വൈകുന്നേരമാണ് കൊടി ഉയരുന്നത്, അമ്പലത്തിലെ ഉത്സവത്തിന് കൊടി ഉയരുന്നത് വൈകുന്നേരമാണ്. അതിന് മുന്നോടിയായി തന്നെ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇന്ന് രാവിലെ ശീവേലി ഉണ്ട്. ആ ശീവേലിയുമായിട്ടുള്ള എഴുന്നള്ളിപ്പ് പ്രദക്ഷിണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ പ്രദക്ഷിണം നമ്മൾ ഈ കാണുന്നത് പോലെ തന്നെ ആ പ്രദക്ഷിണം ആരംഭിച്ചിരിക്കുകയാണ്. 3 ആനകളെയാണ് ആ പ്രദക്ഷിണത്തിൽ അണിനിരത്തുന്നത്. തുടർന്നായിരിക്കും 15 ആനകളെ അണിനിരത്തിക്കൊണ്ടുള്ള ഈ ശീവേലി നടക്കുക. ആ ശീവേലി നേരത്തെ സോദി പറഞ്ഞതുപോലെ തന്നെ കോടതിയുടെ ഭാഗത്തു നിന്ന് ചില നിർദ്ദേശങ്ങളെല്ലാം ഉണ്ടായിരുന്നു. ആ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിച്ചുകൊണ്ടാണോ ഈ 15 ആനകൾ അണിനിരക്കുന്നത് എന്നുകൂടി അറിയേണ്ടതുണ്ട്. ആ കോടതിയുടെ നിർദ്ദേശം ഏത് രീതിയിലുള്ള നിർദ്ദേശമാണ് കോടതി മുന്നോട്ട് വെച്ചിരിക്കുന്നത്, ആ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കുന്നുണ്ടോ എന്നുള്ള ഒരു ചോദ്യം നിലനിൽക്കുകയാണ്. എന്തായാലും സൂചിപ്പിച്ചതുപോലെ തന്നെ അല്പനേരത്തിനുള്ളിൽ ദേവസ്വം കൂടി കൃത്യമായ ഒരു കാര്യത്തിലേക്ക് അല്ലെങ്കിൽ മറുപടിയിലേക്ക് നമ്മൾ എത്താൻ തൃപ്പൂണിത്തുറ പൂർണ്ണത്രയീശ ക്ഷേത്രത്തിൽ ശീവേലിക്ക് 15 ആനകളെ എഴുന്നള്ളിച്ചുകൊണ്ടുള്ള ചടങ്ങുകൾ അവിടെ പുരോഗമിക്കുകയാണ്. ശീവേലി ചടങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആനകളെ എഴുന്നള്ളിക്കുന്നത് സംബന്ധിച്ച് കോടതിയിൽ വാദം തുടരുന്നതിനിടെയാണ് ഇത്രയും ആനകളെ ക്ഷേത്രത്തിനുള്ളിൽ എഴുന്നള്ളിച്ചിരിക്കുന്നത്. കോടതി പറഞ്ഞതുപോലെ ആനകൾ തമ്മിൽ 3 മീറ്റർ അകലം വേണം എന്നുള്ളത് അത് പാലിച്ചു തന്നെയാണ് ആനകളെ പങ്കെടുപ്പിക്കുന്നത്. ഇതിൽ പ്രദക്ഷിണ ചടങ്ങുകളിൽ 3 ആനകളെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സഹിൻ ആന്റണി ഉണ്ട് വിവരങ്ങളുമായി. സഹിൻ, അവിടെ ശീവേലി ചടങ്ങുകൾ പുരോഗമിക്കുകയാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിരവധി ആളുകളും ഭക്തരും അവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. ആളുകളുടെ സുരക്ഷ മാനിച്ചാണ് ഇത്തരത്തിൽ ആനകളെ 3 മീറ്റർ അകലം പാലിച്ചു നിർത്തണം എന്ന് പറഞ്ഞതെന്നാണ് കോടതി നിരീക്ഷിച്ചത്. ഇപ്പോൾ അവിടെ ആളുകൾ എത്രമാത്രം സുരക്ഷിതരാണ്? ചോദ്യ പറയുന്നത് പോലെ തന്നെ ആളുകൾ സുരക്ഷിതരാണെന്നുള്ളൊരു അവകാശവാദം തന്നെയാണ് ഈ കൊച്ചി ദേവസ്വം ബോർഡും ഒപ്പം തന്നെ ഫെസ്റ്റിവൽ കോർഡിനേഷൻ കമ്മിറ്റി മുന്നോട്ട് വയ്ക്കുന്നത്. അത്തരത്തിലുള്ള അവകാശവാദമാണ്. എന്തായാലും ഇവർ ഈ പറയുന്നത് പോലെ നേരത്തെ തന്നെ ഞാൻ പറഞ്ഞിരുന്നു, കോടതിയുടെ ചില നിർദ്ദേശങ്ങൾ ഉണ്ടായിരുന്നു. ആ നിർദ്ദേശങ്ങളൊന്നും തന്നെ പാലിക്കാതെയാണ് ഇത്തരം കാര്യങ്ങൾ വെച്ചിരിക്കുന്നത് എന്നുകൂടി പരിശോധിക്കേണ്ടതുണ്ട്. എന്തായാലും ഇപ്പോൾ ഫെസ്റ്റിവൽ കോർഡിനേഷൻ കമ്മിറ്റി
ഫെസ്റ്റിവൽ കോർഡിനേഷൻ കമ്മിറ്റി ഈ പറയുന്നത് പോലെ കൃത്യമായ അകലം പാലിക്കുന്നു എന്ന് അവകാശപ്പെടുന്നുണ്ട്. ആ അകലം കൃത്യമായി തന്നെ പാലിക്കുന്നുണ്ട് എന്നുകൂടി മനസ്സിലാക്കേണ്ടതാണ്. എന്തായാലും 9 ആനകളെ മാത്രമേ അണിനിരത്താൻ കഴിയുകയുള്ളൂ എന്ന് ഇന്നലെ തന്നെ കോടതിയെ അവർ അറിയിച്ചിരുന്നതാണ്. ആ കോടതിയെ അറിയിക്കുന്ന ഒരു ഘട്ടത്തിൽ പോലും ഇന്ന് 10:30 ഈ കേസ് പരിഗണിക്കുക. ആ കേസ് 10:30 പരിഗണിക്കുമ്പോൾ അതിന് മുന്നോടിയായി തന്നെ ഇപ്പോൾ ഈ കാണുന്നത് പോലെ തന്നെ ഈ 9 ആനകൾ മുതൽ 15 ആനകൾ മുതൽ 15 ആനകൾ വരെ അണിനിരന്നിട്ടുണ്ട്. ആ 15 ആനകളെ അണിനിരത്തി കൃത്യമായി തന്നെയാണോ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്നുകൂടി പരിശോധിക്കേണ്ടതാണ്. ഇവിടുത്തെ എങ്ങനെയാണ് ഈ കൃത്യമായ ഒരു അകലമൊക്കെ ഇതിൽ പാലിക്കുന്നുണ്ട്? പാലിച്ചല്ലേ നടത്താൻ പറ്റുള്ളൂ. ഹൈക്കോടതി വിധി പ്രകാരമല്ലേ പാലിച്ചേ നടത്തുള്ളൂ. ഈ 10:30 കേസ് കോടതി പരിഗണിക്കുന്നത്. എൻ്റെ ജീവനക്കാർ പറയട്ടെ, ഞാൻ പറഞ്ഞിട്ട്. എന്തായാലും ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഇനിയും നമുക്ക് അറിയേണ്ടതുണ്ട്. അവർ കൃത്യമായി തന്നെ അവർ പറയുന്നത് ഇത് ഹൈക്കോടതിയുടെ അകലമെല്ലാം പാലിച്ചാണ് ഈ കാര്യങ്ങളെല്ലാം നടപ്പിലാക്കുന്നത്. 15 ആനകൾ വരെ അണിനിരന്നാലും അത് പ്രശ്നമില്ല, ജനങ്ങൾ സുരക്ഷിതരായിരിക്കണം എന്ന് മാത്രമേ കോടതി നിർദ്ദേശിച്ചിട്ടുള്ളൂ. ആ നിർദ്ദേശങ്ങൾ പാലിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇവരുടെ. ശരി സഹിൻ, എന്തായാലും കൃത്യമായ അകലം പാലിച്ചു തന്നെയാണ് ആനകൾ നിൽക്കുന്നത്. തൃപ്പൂണിത്തുറ പൂർണ്ണത്രയീശ ക്ഷേത്രത്തിൽ ശീവേലിക്ക് 15 ആനകളെയാണ് എഴുന്നള്ളിച്ചിരിക്കുന്നത്.